ഗോവിന്ദ മാഷ്, അതായത് ഒരുപക്ഷെ താങ്കൾ ഭൂതകാലത്തെ വിസ്മരിക്കരുതെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് CPK കൃഷ്ണദാസ് താങ്കളുടെ മുന്നിൽ സമർപ്പിച്ചത്. അതുപോലൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോഴത്തെ കാലിക സംഭവവാസങ്ങൾ, അതിൽ ഈ ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്, പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിരമിക്കുകയാണ്. അദ്ദേഹം 6 മാസം ധ്യാനമഗ്നനായി ഹിമാലയത്തിലിരിക്കുകയാണ്. ചെയ്ത പാപം മുഴുവൻ തീർക്കണമല്ലോ, ഇന്ന് ഹിമാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം. ഇത് ഞാൻ ഇട്ട് കൊടുത്ത പാസിന് പോലും മൂപ്പർ ഗോളടിച്ച ചേട്ടാ. ഓക്കെ, ശരി. ഇവിടെ ഭൂതകാലത്തെ നിഷേധിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വർത്തമാന ഇന്ത്യൻ പശ്ചാത്തലത്തെ പറ്റിയാണ് ഇന്ന് ഇവിടെ ചർച്ച. അതുകൊണ്ട് വർത്തമാനത്തിലേക്ക് ഊന്നുക എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ചരിത്രത്തെ നിഷേധിക്കാനോ ഭൂതകാലത്തെ നിഷേധിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല. ഉജ്ജ്വലമായ ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ട്. ഒരു വർത്തമാനം ത്രസിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണേണ്ടത്. ഇതിൽ നിന്ന് തന്നെയാണ് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടി ശരിയായ ദിശാബോധത്തോടെ മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ ത്രികാല ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം, ഭൂതകാലത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസും BJPയും വർഗപരമായി ഒരേ നിലപാട് സ്വീകരിക്കുന്ന വർഗ സ്വഭാവം ഉള്ള പാർട്ടികളാണ്, ഭരണവർഗ പാർട്ടികളാണ്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറഞ്ഞു സാമ്പത്തിക ധ്രുവീകരണം. ഏതാണ്ട് 87% സമ്പത്ത് 10% കയ്യിലാണുള്ളത്. അതിപ്പോൾ BJP ഒന്ന് തുടങ്ങിയുണ്ടാക്കിയതല്ല. അത് കോൺഗ്രസിൻ്റെയും വർഗ നിലപാട് അതാണ്, BJPയുടെയും വർഗ നിലപാട് അതാണ്. ഒരു വ്യത്യാസവും അക്കാര്യത്തിലില്ല. അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ള കുറേ സമ്പന്നന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായി ഈ കാലം അത്രയും നടന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായി കൈകാര്യം ചെയ്തത്. അതിലെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉത്തരവാദി BJP ആണ് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഈ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിലെ പ്രധാനപ്പെട്ട ചുമതല കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസ്സാണ് നിർവഹിച്ചത്. അന്നും ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതിൻ്റെ അപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ? ഈ രാജ്യം ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ജനാധിപത്യ വിപ്ലവം നടക്കാതെ രാജ്യം ഇന്ത്യ. ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ലോകത്ത് നൂറുകണക്കിന് രാജ്യങ്ങൾ നടന്നതാണത്. ഭൂഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ഇല്ല, ഞാൻ പറയാം, അത് കുറച്ചും കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പോകുന്നത്. ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 400 കൊല്ലത്തിലധികമായി ലോകത്ത് ആ ജനാധിപത്യ വിപ്ലവം തുടങ്ങിയിട്ട്. അത് ഭൂഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ വിപ്ലവമാണ്, പ്രതിവിപ്ലവമൊന്നുമല്ല. ഭൂഷ്വാ ജനാധിപത്യ വിപ്ലവം എന്നാണ് അതിന് പേര്. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തെയാണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറയുക. ലോകത്തെ എല്ലാം അങ്ങനെയാണ്. ഇവിടെ ജനാധിപത്യ വിപ്ലവം നടന്നില്ല, ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാത്തതിൻ്റെ ഗുണഭോക്താവാണ് RSSും BJPയും. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഗുണഭോക്താവാണ്. കാരണം മാഷ് 1-2 പുസ്തകം രമേശിക്ക് വായിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ജന്മിത്വത്തിൻ്റെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ളതൊന്നും മാറിയിട്ടില്ല. ഭൂബന്ധത്തിൽ മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ സാംസ്കാരിക അവബോധത്തിൽ ഗൗരവകരമായ മാറ്റം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചാതുർവർണ്ണ വ്യവസ്ഥ ഇപ്പോഴും പറയാൻ സാധിക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് സമൂഹമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ചെറുക്കും. ഇന്നതില്ല. അതുകൊണ്ട് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാതെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വന്നിട്ടില്ല. സോവിയറ്റ് യൂണിയനിലും ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ജനാധിപത്യ വിപ്ലവം നടന്ന രാജ്യങ്ങളാണ്. അല്ലല്ല, ജനാധിപത്യ വിപ്ലവം നടന്നല്ല. അവിടെയൊക്കെ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ്. അവിടെയൊക്കെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നെയാണ്. സോഷ്യലിസ്റ്റ് വിപ്ലവവും ജനാധിപത്യ വിപ്ലവവും രണ്ടാണ്. എല്ലാ വിപ്ലവവും വിപ്ലവമാണെന്ന് പറയാൻ പറ്റില്ല. അടിമത്തത്തിനെതിരായിട്ട് ഭൂപ്രഭുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള വിപ്ലവം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുസ്തകം വായിക്കാൻ കൊടുക്കണം മൂപ്പർക്ക്. അത് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം വായിച്ചാൽ മതി. ഇന്ത്യയെ കണ്ടെത്തൽ വായിക്കണം. ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. ഞാൻ ആ പുസ്തകം വായിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇന്ത്യയിൽ
ചരിത്രപരമായ ഭൗതികവാദമെന്ന മാർക്സിയൻ ദർശനത്തിൻ്റെ ചരിത്ര പ്രയോഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പുസ്തകരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ചരിത്രകാരനാണ് ഈ ജവഹർലാൽ നെഹ്റു. ആ പുസ്തകം അദ്ദേഹം വായിക്കണം. ഓക്കെ. വിശ്വചരിത്രാവലോകവും വായിക്കണം, ഇന്ത്യയെ കണ്ടെത്തലും വായിക്കണം. ഞാൻ ഈ രണ്ട് പുസ്തകവും വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചു. എങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, ഒന്നും കൂടി വായിക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇന്നലൊക്കെ അയച്ച കത്തുണ്ടല്ലോ, അത് ഇതിൻ്റെ ഭാഗം തന്നെയുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം. അത് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു പുസ്തകം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹം വളർന്നു വന്നത്. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉള്ള പോയിന്റ് ഇങ്ങനെയാണ്: ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാത്തതുകൊണ്ട് ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജന്മിത്വം അവസാനിപ്പിച്ച ഒരു വർഗം ഈ ഇന്ത്യയിൽ ഇല്ലാതാക്കിയ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. ഇവിടെ ജന്മി എന്ന് പറയുന്ന ഒരു വർഗം ഇപ്പോഴില്ല. ആ ജന്മി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഭൂപ്രഭുത്വം അതിശക്തിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ ഇന്ത്യയുടെ മുമ്പിലുള്ള നമ്മുടെ ചിത്രം. അത് അന്ധവിശ്വാസ ജടിലമായ അതിൻ്റെ ആശയങ്ങളെയും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അത് നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ പിന്നോക്കാവസ്ഥയെ അതേപോലെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. അതുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 87% സമ്പത്ത് 10% കയ്യിൽ നിർത്തി. ഇവിടെ പറഞ്ഞ കണക്കിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. 3% സമ്പത്താണ് യഥാർത്ഥത്തിൽ ഈ 50% ജനങ്ങളുടെ കയ്യിലുള്ളത്. ബാക്കിയെല്ലാം ഇവരുടെ കയ്യിലാണുള്ളത്. ഇനി AI കൂടി വരികയാണ്. AI കൂടി വന്നാൽ ഈ സമ്പത്തിൻ്റെ ഒരു അവസ്ഥ ഇതിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഉയരും, ഇവരുടെ കയ്യിലേക്ക് പോകും. AI ഇപ്പോൾ ഈ 2025 എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബീറ്റ കാലമായിട്ടാണ് കണക്കാക്കുന്നത്. ആ കണക്കാക്കുന്ന സ്ഥിതി വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ AI ഉൾപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിൻ്റെ ഭാഗമായിട്ട് സിംഹമായ ഒരു വാരിക്കൂട്ടലുണ്ട്. അത് മറ്റേ നമുക്കാർക്കും സാധിക്കുന്നതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാർക്കേ സാധിക്കും. അദാനിക്കും അംബാനിക്കും ഒക്കെ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴും സമ്പത്ത് ഇനിയും കൂടും. ഇങ്ങനെ കൂടുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് കാണുന്നത് മാർക്സ് തന്നെ പറഞ്ഞതുപോലെ, ഇങ്ങനെ കൂടിയാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് വിപ്ലവം, സാമൂഹ്യ പരിവർത്തനം. ആ സാമൂഹ്യ പരിവർത്തനം വളരെ വേഗത്തിലാക്കാൻ ലോകത്ത്, ഇവിടെയല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ സാമൂഹ്യ പരിവർത്തനം വളരെ വേഗത്തിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരിക്കും AI എന്നാണ് എൻ്റെ വിശ്വാസം. സാമൂഹ്യ പരിവർത്തനം അനിവാര്യമായി നടക്കുക തന്നെ ചെയ്യും. ഈ രണ്ട് പാർട്ടികളും, രണ്ടും റൂളിംഗ് പാർട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം, പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ടും ഒരു വർഗ്ഗമാണ്. അല്ല പക്ഷേ ഇപ്പൊ ഇവരെ ഒരുമിച്ചിരുത്തേണ്ട വരുമോ? രണ്ടാമത് ഒന്നിച്ചാള്. എനിക്കതിനകത്ത് യാതൊരു തർക്കമില്ല. വർഗപരമായിട്ട് ഇവർ രണ്ടുപേരും ഒരേ വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്. ഞാൻ ഒന്നുകൂടി വിശദീകരിച്ചോട്ടെ. അത് കുത്തക മുതലാളിത്തത്തിന് വേണ്ടി, ഭൂപ്രഭുത്വത്തിന് വേണ്ടി, സാമ്രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് പാർട്ടികളാണ് ഭരണവർഗ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും. എനിക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ വേണ്ടിയും ഭരണഘടന നിലനിർത്താൻ വേണ്ടിയും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ ഭരണഘടന പിച്ച് ചീന്തി ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി അത് മനുസ്മൃതിയെയും അതുപോലെ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയെയും അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന നിലപാടിനെ ഇന്ന് കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. കോൺഗ്രസ് എതിർക്കുന്ന ആ നിലപാട് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അനിവാര്യമാണ്.